അങ്ങനെ നമ്മുടെ മെയിൻ ആയുധങ്ങൾ ഓരോന്നോരോന്നായിട്ട് നമ്മളുടെ ക്യാപ്റ്റൻ്റെ വണ്ടിക്കകത്ത് കയറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ആ ചൂബ്രിയനും കൂടി ചേർന്നിട്ട് അവർ സീറ്റിൻ്റെ അടിയിൽ സെറ്റ് ചെയ്യാനുള്ള JBLകളെല്ലാം ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാ ഈ കാണുന്ന ഈ ഒരു ഐറ്റമാണ് നമ്മളുടെ സീറ്റിൻ്റെ അടിയിലോട്ട് കയറാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മുഴക്കവും കാര്യങ്ങളും കിട്ടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ ആ ചൂബ്രിയനും കൂടി ചേർന്നിട്ട് അത് സെറ്റ് ചെയ്യുന്ന ആ ടൈമിൽ തന്നെ നമ്മളുടെ ബാക്കിയുള്ള ഐറ്റംസും ഈ ഒരു വണ്ടിക്കകത്ത് കയറാനായിട്ട് റെഡി ആവുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഇന്ന് തന്നെ ഈ ഒരു വണ്ടിയുടെ സൗണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ വണ്ടി കൊടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഈ ഒരു വണ്ടിയുടെ ലൈറ്റ് വർക്ക് തുടങ്ങാനായിട്ട് പോവാണ്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഈ ഒരു സൗണ്ട് വർക്ക് അതുപോലെ തന്നെ ഒരു ക്യാബിൻ്റെ വർക്ക് ഇത്രയാണ് നമ്മൾ ചെയ്യുന്നത്. ബാക്കി ലൈറ്റ് വർക്ക് വേറൊരു ടീമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ വണ്ടിക്കകത്ത് കയറാനായിട്ടുള്ള സബ്. അങ്ങനെ ഫൈനലി ആ ഒരു സബ് ഏതാണെന്ന് ഞാൻ റിവീൽ ചെയ്യുവാണ്. ഒരുപാട് പേര് DD ആയിരിക്കും എന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ നമ്മൾ ഡെഫിനീഷൻ ഓഡിയോസ് അതായത് DA ആണ് ഈ ഒരു വണ്ടിക്കകത്ത് കയറ്റാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരു 15 ഇഞ്ചിൻ്റെ സബ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഹെവി ഔട്ടാണ് നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടാനായിട്ട് പോകുന്നത്. പിന്നെ DD ആണോ കിക്കറാണോ അതോ DA ആണോ ഏറ്റവും പവർ കൂടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ ഓരോരുത്തരും കേട്ട് നോക്കിയാലേ പറയാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ പേഴ്സണലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു സാധനത്തിൻ്റെ ഫൈനൽ ഔട്ടും കാര്യങ്ങളും ഇട്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ആ ഒരു പഞ്ച് ബോക്സിൻ്റെ ആ ഒരു കീഴിലൊന്നും പോയി ഇരിക്കാൻ പറ്റാത്ത അത്രയും ഒരു ഔട്ടാണ് നമുക്ക് ഈ ഒരു സബിനകത്ത് നിന്ന് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് പവർ കുറച്ച് ഈ ഒരു സാധനം വെക്കാനും പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മളെന്തായാലും ഈ ഒരു സാധനം അൺബോക്സ് ചെയ്തിട്ട് നമ്മൾ പഞ്ച് ബോക്സിലേക്ക് സെറ്റ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ സാധനം എടുത്ത് പിടിച്ച് അവിടെ നിൽപ്പുണ്ട്. അത്യാവശ്യം നല്ല വെയിറ്റ് ആണ് കേട്ടോ. നമ്മൾ നോർമലി ഉള്ള സബ്ബുകളെ വെച്ച് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. ഒരു പക്ഷേ 15 ഇഞ്ച് ആയതുകൊണ്ടാവാം നമുക്കത്ര ഒരു വെയിറ്റ് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ എന്തായാലും എന്തായാലും അച്ഛനും കൂടി ചേർന്നിട്ട് ആ ഒരു സാധനം അതിനകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ അത് അവർ ആ ഒരു സബ് എടുത്തിട്ട് നമുക്ക് ആ ഒരു പഞ്ച് ബോക്സിൻ്റെ ആ ഒരു ഹോളിനകത്ത് സെറ്റ് ചെയ്ത് നോക്കുവാണ്. എല്ലാ സൈസും കാര്യങ്ങളെല്ലാം കറക്റ്റ് അല്ലേ എന്ന് ചെക്ക് ചെയ്ത് നോക്കുവാണ്. അപ്പോൾ നമുക്ക് സൈസും കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. നമുക്കിത് വെച്ച് അതിനകത്ത് ഉറപ്പിച്ചിട്ട് നമുക്ക് കണക്ഷനും കാര്യങ്ങളും കൊടുക്കാനുള്ള ഒരു പരിപാടിയേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പഞ്ച് ബോക്സിനകത്ത് നമ്മൾ ഒരു ലൈറ്റിൻ്റെ പരിപാടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയും സാധനങ്ങൾ വരാനായിട്ടുണ്ട്. പിന്നെ സെയ്തൊക്കെ അവിടെ നിന്നിട്ട് നമ്മുടെ ഷെബി ബ്രോയ്ക്ക് വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുക്കുവാണ് ഈ ഒരു സാധനങ്ങളെല്ലാം കയറുന്നത്. പുള്ളിക്കാരൻ ഗൾഫിലായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു സാധനങ്ങളെല്ലാം കയറുന്ന പുള്ളിക്കാരൻ ലൈവായിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുവാണ്. പിന്നെ അതായത് ഇവിടെ ഒരു വയറിങ്ങിൻ്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വയർ നേരെ നമുക്ക് അതിനകത്തോട്ട് കൊടുത്തിട്ട് ഈ ഒരു സാധനം സെറ്റ് ചെയ്ത് വിടുക. അപ്പോൾ അത്രയാണ് നമ്മളുടെ ഒരു പരിപാടി എന്ന് പറയുന്നത്. അറിഞ്ഞില്ലേ ചെയ്ത് അങ്ങനെ ആ വയറിംഗ് എല്ലാം കൊടുത്തിട്ട് നമ്മൾ ഒരു സബ് ഒരു പെട്ടിക്കകത്ത് കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതോടെ സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കണം. പിന്നെ ഇപ്പുറത്തെ സൈഡിലെ സാധനം എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെയും വയറിംഗ് ചെയ്യാനുണ്ട്. വയറിംഗ് ചെയ്തിട്ട് നമുക്ക് വെക്കാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ അത് ആദ്യത്തത് സ്ക്രൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ തുറന്നു കാണിച്ചേ. എന്തോ മോശം നമ്മളെ ചാനല് കണ്ടന്റ് ആവും ഇനി. അല്ലെങ്കിൽ ഒന്നും കണ്ട അവിടെ വരും. എന്താ കാര്യം അറിയോ? രണ്ട് ടൈപ്പ് ഇതാ അല്ല അത് ഇത് അതിന്റെ വെട്ടം വെച്ചാൽ എല്ലാം സെന്ററിൽ പോകണത് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ ടീം കംപ്ലീറ്റ് ഓരോരോ ലൈറ്റുകൾ എവിടെയൊക്കെ സെറ്റ് ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ നമ്മളുടെ ഒരു രണ്ടാമത്തെ ആ ഒരു സബും കയറി കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ വയറിംഗ് എല്ലാം അതിൻ്റെ ഇടയിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ ഒരു സാധനം പെട്ടിക്കകത്തോട്ട് വെച്ചിട്ട് ടൈറ്റ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ നമുക്ക് ആ ഒരു പഞ്ച് ബോക്സിൻ്റെ പരിപാടി ഏകദേശം പകുതി ഫിനിഷായെന്ന് പറയാം. പകുതിയല്ല, ഏകദേശം പകുതി മുക്കാലോളം ഫിനിഷായെന്ന് പറയാം. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യാബിൻ്റെ പരിപാടിയാണ്. അപ്പോൾ അത് വന്നിരിക്കുന്നതാണ് നമ്മൾ ഈ ഒരു ക്യാപ്റ്റൻ്റെ ഈ ഒരു വണ്ടിക്ക് കൊടുക്കാൻ പോകുന്ന ക്യാബിൻ. അപ്പോൾ നിങ്ങൾക്ക് ഇത് സൂക്ഷിച്ച് നോക്കിയിട്ട് ഇത് ആരുടെ ഇമേജ് ആയിട്ടാണ് തോന്നുന്നത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഈ ഒരു വണ്ടിയുടെ എഡിഷൻ നെയിം നിങ്ങൾ ഓൾറെഡി കണ്ടതാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്യാരക്ടറിൻ്റെ പിക്ചറാണ് നമ്മൾ ആ ഒരു ക്യാബിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഏത് ക്യാരക്ടറാണെന്ന് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. ഈ ഒരു വീഡിയോയ്ക്കകത്ത് തന്നെ ഞാൻ ക്ലൈമാക്സ് ആകുമ്പോഴത്തേക്ക് ആ ഒരു ക്യാബിൻ കയറിയിട്ടുള്ള ഒരു ഫൈനൽ ഔട്ടെല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്തത് കറക്റ്റാണോ എന്ന് നിങ്ങൾക്ക് അപ്പോൾ തന്നെ അറിയാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ അതാ നമ്മുടെ ക്യാപ്റ്റൻ്റെ ആ ഒരു സ്പീക്കർക്ക് കയറാനായിട്ടുള്ള ആ ഒരു കവറും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഇനി സ്പീക്കറിനകത്ത് നമുക്ക് ലൈറ്റ് കൊടുക്കാനായിട്ടുണ്ട്. ആ ലൈറ്റുകളെല്ലാം കൊടുത്തിട്ട് വേണം നമുക്ക് ഈ ഒരു സാധനം സെറ്റ് ചെയ്ത് വിടാനായിട്ട്. പിന്നെ നമ്മൾ ക്യാബിനകത്ത് ഔട്ട് കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ക്യാബിന് പാട്ടൊക്കെ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തൊരു സാധനം നിങ്ങൾക്ക് ഓർമ്മ വേണം. അപ്പോൾ അതിൻ്റെയും കവറെല്ലാം വരാനായിട്ടുണ്ട്. അതിൻ്റെ കവർ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കട്ടിങ് ശരിയില്ലാത്തതുകൊണ്ട് നമ്മൾ തിരിച്ചു വിട്ടിട്ട് ഇനി അടുത്ത രണ്ടാമത്തെ കട്ടിങ്ങിനുള്ള സാധനമാണ് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ സൈസ് കറക്റ്റ് ആയിരിക്കും.
അപ്പോൾ ആ ഒരു സാധനം കൂടി നമുക്ക് ഇന്ന് തന്നെ സെറ്റ് ചെയ്ത് വിടണം. അതായത് ടോട്ടൽ നമുക്ക് ഇന്ന് എല്ലാ വർക്കും തീർത്തിട്ട് ഈ ഒരു വണ്ടി ഇറക്കി വിടണം. അതാണ് നമ്മളുടെ ഒരു ഗോളെന്ന് പറയുന്നത്. അപ്പോൾ അത് അകലെ വിട്ടിരുന്നിട്ട് അതിൻ്റെ ഓരോരോ പേപ്പറുകളെല്ലാം ഇളക്കിക്കൊണ്ടിരിക്കുവാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് 2 പീസായിട്ടാണ് വരുന്നത്. അപ്പോൾ ആ 2 പീസും തമ്മിൽ ഒട്ടിച്ച് കൊടുക്കണം. ഒട്ടിച്ച് കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു സാധനം സെറ്റ് ചെയ്ത് വിടാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാം പരിപാടികളിലാണ് ഇവിടെ എല്ലാ ആൾക്കാരും. അപ്പോൾ അതായത് പിന്നെ സൂക്ഷ്മമായിട്ട് ഓരോരോ ഏരിയാസും വ്യത്യാസമൊന്നും വരാത്ത രീതിയിൽ ഒട്ടിച്ചു കൊടുക്കണം. പിന്നെ അതേസമയം തന്നെ നമുക്കിതാ ഇവിടെ ആ ഒരു ക്യാബിൻ്റെ ലൈറ്റ് വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ സന്ദീപാണ് അതിൻ്റെ ഒരു ലൈറ്റ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ഫിഗർ കണ്ടോ. പിന്നെ നമ്മുടെ ആ ഒരു സ്പീക്കറിൻ്റെ ആ ഒരു കവറിനകത്തും ഏകദേശം ആ ഒരു ക്യാരക്ടറിനെ സിംബലൈസ് ചെയ്യുന്ന ഒരു പിക്ചർ തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ എല്ലാ ആൾക്കാരും ഇങ്ങനെ ഓരോരോ മൊമെൻ്റ് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് ഈ ഒരു സാധനത്തിൻ്റെ ഫൈനൽ ഔട്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ക്യാബിനുകളെല്ലാം ഇവിടെ ഓരോന്നോരോന്നായിട്ട് സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ അതാ നമ്മുടെ സ്പീക്കറിൻ്റെ ലൈറ്റുകളെല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനകത്തുള്ള കവറുകളെല്ലാം ഓരോന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അകലും സുഹൃത്തുക്കളും കൂടി ചേർന്നിട്ട് ആ ഒരു കവറുകളെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ ഒരു കവറുകളെല്ലാം കയറി നമ്മളതിനകത്ത് ഒരു വാം യെല്ലോ കളറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി അകല് കയറിയിട്ട് അതിൻ്റെ കണക്ഷനുകളെല്ലാം ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ട് ഇതെല്ലാം വർക്കിംഗ് എല്ലാം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് കയറുവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു പകൽ സമയം ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഒരു കംപ്ലീറ്റ് എഫക്റ്റ് നമുക്ക് കിട്ടത്തില്ലെങ്കിലും നമ്മൾ ലൈറ്റുകളെല്ലാം വർക്കിംഗ് എല്ലാം നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇന്ന് നൈറ്റ് നമ്മളിതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ഫിനിഷ് ചെയ്തിട്ട് അതിൻ്റെ ഫൈനൽ ഔട്ട് കാണിക്കുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് ആ ലൈറ്റിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് ശരിക്കും മനസ്സിലാവുന്നത്. അങ്ങനെ നമ്മളുടെ സ്പീക്കറിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മളുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡ് സ്കർട്ട് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് സെറ്റ് ചെയ്യാനായിട്ട് ആൾക്കാർ വരുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഒരുപാട് കനത്തിലൊന്നും കൊടുക്കുന്നില്ല, ചെറിയ രീതിയിലേ കൊടുക്കുന്നുള്ളൂ. പിന്നീട് അതിന് ശേഷം നമുക്ക് ഫ്രണ്ട് ടയറിൽ നമുക്ക് ഫ്രണ്ട് വീലെല്ലാം നമുക്ക് പ്ലേറ്റ് അടിച്ച് ചെറുതായിട്ടൊന്ന് പൊക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും നമ്മൾ ചെറിയ രീതിയിൽ ചെറിയൊരു അളവിലുള്ള ഒരു സ്കർട്ടേ സൈഡിൽ കൊടുക്കുന്നുള്ളൂ. പിന്നെ ഫ്രണ്ടിൽ ആ ഒരു ലിപ്പും പിന്നെ ബാക്കിലും ആ ഒരു സ്കർട്ടിൻ്റെ എക്സ്റ്റൻഷൻ വരുന്നുണ്ട്. അപ്പോൾ അത്രയും സാധനമാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ലിപ്പും കൂടിയൊക്കെ കയറി കഴിയുമ്പോഴത്തേക്ക് വണ്ടിയുടെ ലുക്ക് മൊത്തത്തിൽ മാറും. പിന്നെ നമ്മളൊരു ടോപ്പ് ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടിയൊക്കെ ആയപ്പോഴത്തേക്ക് തന്നെ അത്യാവശ്യം വണ്ടി നല്ല എടുപ്പായിട്ടുണ്ട്. പിന്നെ അതാ ഒരു സൈഡ് സ്കർട്ട് സെറ്റ് ചെയ്യാനായിട്ടുള്ള ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ അവരിതാ ഈ ഒരു സാധനം അവിടെ വെച്ച് പിടിപ്പിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ അതാ ഇവിടെ 2 പീസുകൾ നമുക്ക് ആ ഒരു ഡിക്കിയുടെ കട്ടിങ് വരുന്നത് കൊണ്ട് തന്നെ ഡിക്കി പൊക്കി വെച്ചിട്ട് നമുക്ക് അതിനകത്ത് കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ, അടിയിൽ കൊടുക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അത് വന്ന് ക്ലോസ് ആവുന്ന സമയത്ത് അത് കറക്റ്റ് എല്ലാം ഒരേ ലെവലിന് കിടന്നോളും. അപ്പോൾ ആദ്യം അതിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ബാക്കിയുള്ള ഫ്രണ്ട് അറ്റം തൊട്ട് ബാക്ക് അറ്റം വരെയുള്ള കംപ്ലീറ്റ് സാധനങ്ങൾ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതാ ഇവിടെ സന്ദീപ് ആ ഒരു ലൈറ്റിൻ്റെ പരിപാടി ഏകദേശം ഫിനിഷ് ചെയ്യാറായിട്ടുണ്ട്. ആ ഒരു ക്യാബിൻ്റെ മുകളിലത്തെ ഭാഗത്തിൻ്റെ അത്. പിന്നീട് ഇതാണ് നമ്മുടെ ഒരു പഞ്ച് ബോക്സിൻ്റെ ഡിസൈൻ വരുന്നത്. അപ്പോൾ ഈ ഒരു ഡിസൈനകത്തും കംപ്ലീറ്റ് പിക്സലാണ് വരുന്നത്. പിന്നെ ആഗ്രഹ ഇവിടെ ക്യാബിനിലത്തെ ആ ഒരു സ്പീക്കറുകളായിട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെയും പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ കവറും കൂടി വന്ന് പിന്നെ ഇതിനകത്ത് ഒരു യെല്ലോ ലൈറ്റും കൂടി കൊടുത്താൽ മതി. അതുകൂടി ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെയും പരിപാടി കഴിയും. പിന്നെ നമ്മളുടെ ക്യാബിൻ്റെ താഴത്തെ സെക്ഷനാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിനകത്തും ഈ ഒരു ടൈപ്പ് ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ ഈ ഒരു മേളിലത്തെ പേപ്പറും കൂടി ഇളക്കി കഴിയുമ്പോഴേ അതിൻ്റെ ഒരു ഫുള്ള് ഔട്ട്പുട്ട് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പോഷർ കുറച്ചിട്ടിട്ട് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. പിന്നെ ഇവിടെ ക്യാബിനിൽ സന്ദീപ് അച്ഛനും കൂടി ചേർന്നിട്ട് ബാക്കി പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വണ്ടിയുടെ ഈ ഒരു ആമ്പിൻ്റെയും എല്ലാം കാര്യങ്ങൾ സന്ദീപാണ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമുക്കിന്ന് വൈകുന്നേരം തന്നെ ഈ ഒരു വണ്ടിക്കകത്തു നിന്നുള്ള ഒരു പാട്ട് കേൾക്കാൻ പറ്റുമെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. പിന്നെ അകം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലീനിങ്ങിൻ്റെ പരിപാടി അത്യാവശ്യമുണ്ട്. പിന്നെ ഈ ഒരു ലൈറ്റ് വർക്ക്, ഈ ഒരു സൗണ്ട് വർക്ക് കഴിഞ്ഞിട്ട് ലൈറ്റ് വർക്കും കൂടി ബാക്കിയുള്ളത് കൊണ്ട് നമ്മളിപ്പോഴേ ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും കാര്യമായിട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഇതാണ് ആ ഒരു വണ്ടിയുടെ സബ് കേൾക്കുന്ന ആ ഒരു മൊമെൻറ്റ്. ഇപ്പം ഇത് ജസ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് മാത്രമാണ് നോക്കുന്നത്. അതിൻ്റെ പ്രോപ്പർ ട്യൂണിങ്ങും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. അതെല്ലാം കഴിയുമ്പോഴേ ഈ ഒരു സബിൻ്റെ ഒരു ഫുള്ള് പവർ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ സന്ദീപ് ഇതെല്ലാം വർക്കിംഗ് അല്ലേ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ.
അങ്ങനെ നമ്മുടെ ആ ഒരു ഇനീഷ്യൽ സൗണ്ട് ചെക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അത്യാവശ്യം ട്യൂണിങ്ങും കാര്യങ്ങളെല്ലാം ബാക്കിയുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് വയറിങ്ങിൻ്റെ പരിപാടികളും അതുപോലെ തന്നെ നമ്മളുടെ ആ ഒരു ഫ്രണ്ടിലത്തെ ആ ഒരു ടോപ്പിലത്തെ സ്പീക്കറൊക്കെ സെറ്റ് ചെയ്യാനായിട്ടുണ്ട്, ആ ഒരു കമ്പനി സ്പീക്കർ. അപ്പോൾ അതെല്ലാം ചെയ്യുന്ന സമയത്ത് തന്നെ ഇവിടെ ബിനിച്ചേട്ടൻ ടീം ആ ഒരു ടിവിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നീട് നമ്മളുടെ ട്യൂണിങ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു ഫൈനൽ ഔട്ട്പുട്ട് കേൾക്കാനായിട്ട് അപ്പോൾ അത് ഓരോരുത്തരായിട്ട് വന്നിട്ട് നമ്മുടെ സബും കാര്യങ്ങളെല്ലാം ഇട്ട് കേട്ട് നോക്കിയിട്ട് എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ നമുക്കിനി അടുത്ത പരിപാടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ബാക്കി സാധനങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു ക്യാബിൻ്റെ ഒരു സ്പീക്കറിൻ്റെ ആ ഒരു കവറുകൾ കയറ്റുക, അതുപോലെ തന്നെ ആ ഒരു ക്യാബിൻ്റെ ബാക്കി സാധനങ്ങൾ സെറ്റ് ചെയ്തിട്ട് ആ ക്യാബിൻ്റെ ആ ഈ ഒരു കവറും കാര്യങ്ങളും എല്ലാം കയറ്റുക. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ആ ഒരു ബാക്കിലത്തെ പഞ്ച് ബോക്സിൻ്റെ ആ ഒരു ലൈറ്റ് എല്ലാം സെറ്റ് ചെയ്തിട്ട് ആ ഒരു സാധനം അതിനകത്ത് കയറ്റുക, ആ ഒരു കവറ്. അപ്പോൾ അത്രയും പരിപാടിയും കൂടി നമുക്ക് ഇവിടെ ഒരു സൗണ്ട് വർക്കിൻ്റേതായിട്ട് നമുക്ക് ബാക്കിയുള്ളൂ. പിന്നെ ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഇതിൻ്റെ ഒരു ആൻഡ്രോയിഡ് ടിവിയും കാര്യങ്ങളെല്ലാം ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു മെയിൽ ഐ ഡി എല്ലാം ക്രിയേറ്റ് ചെയ്തിട്ട് ലോഗിൻ ചെയ്ത് അത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഏകദേശം രാത്രിയായി വരുന്നു, എല്ലാവരും ഓരോരോ വർക്കുകളുമായിട്ട് തിരക്കിലാണ്. അപ്പോൾ ആ പഞ്ച് ബോക്സിൻ്റെ കവർ കയറാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മളുടെ ഈ ഒരു വീഡിയോ ലെങ്ത് കൂടിപ്പോയതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് നിർത്തുവാണ്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ഉടനെ തന്നെ നമ്മളുടെ ചാനലിൽ വരുന്നതാണ്. അപ്പോൾ എല്ലാ ആൾക്കാരും ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് ഞെക്കി വയ്ക്കാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാ പേജും കൂടി എല്ലാവരും ജസ്റ്റ് ഒന്ന് പോയിട്ടൊന്ന് ഫോളോ ചെയ്യണം. അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു വീഡിയോസ് എല്ലാം ജസ്റ്റ് ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടുത്ത പാർട്ടുമായിട്ട് നമുക്ക് ഉടനെ തന്നെ വീണ്ടും കാണാം.